ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ് വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞത് ജനറൽ സർവീസ്, സെൻട്രൽ സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ആ സ്പ്രിങ് പോയിട്ട് സൗണ്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ പെട്രോൾ ലീക്ക് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റണം. ഇത്രയും കേസാണ് ജോബ് കാർഡിൽ പറഞ്ഞത്. വാട്ടർ സർവീസ് വേണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് കംപ്ലയിൻറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഹാൻഡിലിൻ്റെ ബെയറിങ്, അതായത് കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ടൈറ്റ് ഉള്ളതുകൊണ്ട് വണ്ടി ഓടുന്ന സമയത്ത് ഒരു പാളൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹാൻഡിൽ തിരിയുന്ന ഭാഗത്ത് തന്നെ ഒരു ബെയറിംഗ് ആണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ട്. ഒന്നുപോലെ നമ്മളത് ലൂസാക്കിയിടണം. ലൂസാക്കിയിടുമ്പോൾ ഒരു പക്ഷേ ഒരു ഇളക്കം പോലെ കാണിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഈ രീതി തന്നെ ഉപയോഗിക്കുക. കുറേ കൂടി കഴിഞ്ഞപ്പോൾ മാറ്റിക്കളയാം. നിലവിൽ കംപ്ലയിൻറ്റ് ഉണ്ട്. പിന്നെ ഒരു കംപ്ലയിൻറ്റ്, വണ്ടി നിർത്തിയിട്ട് നമ്മൾ വണ്ടി ഫസ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് മൊത്തത്തിലൊരു കുടച്ചിൽ കാണിക്കുന്നുണ്ട്. അത് ക്ലച്ചുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആ ഭാഗത്തേക്ക് വീഡിയോ എടുത്ത് വരുമ്പോൾ പറയാം. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്സ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നിലവിൽ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ലൈനർ ക്ലീൻ ചെയ്തിടാം. ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. നമ്മളതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിൽ നമ്മൾ നോക്കിയായിരുന്നു. ഗിയർ ഓയിൽ നിലവിലിനകത്ത് ലെവൽ വളരെ കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അത് ഗിയർ ഓയിൽ നമ്മൾ മാറ്റിയിടണം, പുതിയ ഓയിൽ ഒഴിക്കണം. അങ്ങനെ തീരെ ലെവൽ കൊടുത്ത് ഓടിക്കഴിഞ്ഞാൽ ആകെ 120 മില്ലി ഓയിലാണ് നമുക്ക് അതിനകത്ത് വരാം. അപ്പോൾ അത് നമ്മൾ മാറ്റിക്കളയാം. ഇനിയിപ്പോൾ അതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ നിൽക്കണ്ട, മാറ്റിയിട്ടാൽ മതി. ഏകദേശം ഒരു 80 രൂപ 90 100 താഴെയാണ് മൊത്തത്തിൽ വരുള്ളൂ. പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി. ടയർ അത്യാവശ്യം ഉപയോഗിക്കാൻ നല്ല ടയറാണ്. ഹബിന് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ബാക്ക് വീലുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ആകുമ്പോൾ അഴിച്ച് ഗ്രീസ് ചെയ്ത് ഗിയർ ഓയിലും മാറ്റി നമുക്ക് റീസെറ്റ് ആക്കിയാൽ മതി കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിലുള്ള പൊടിയിലേക്കൊക്കെ ആയിട്ടുണ്ട്. കമ്പനി ഫിൽറ്റർ കിടക്കണേ. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സർവീസ് കൂടി നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം. അടുത്ത സർവീസിൽ എന്തായാലും നമ്മൾ മാറ്റേണ്ടി വരും കേട്ടോ, നിർബന്ധമായിട്ട് മാറ്റേണ്ടി വരും അടുത്ത സർവീസിൽ. പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ചിനകത്താണ് നമുക്ക് ആ വണ്ടി വൈബ്രേഷൻസ് ജർക്കിങ് കാണിക്കാനുള്ളൊരു കാരണം. ക്ലച്ചിൻ്റെ ഉള്ളിൽ വന്ന കംപ്ലയിൻ്റ് ആണ്. പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ നോക്കുമ്പോൾ ഈ കിടക്കുന്ന ക്ലച്ച് ഷൂ ആണ് കംപ്ലയിൻറ്റ്. അത് നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ ക്ലച്ച് പോളിഷ് ചെയ്ത് കയറ്റി, ഔട്ടർ പോളിഷ് ചെയ്ത് കയറ്റുക. പക്ഷേ ഈ ക്ലച്ച് ഷൂ ഡ്യൂപ്ലിക്കേറ്റാണ് ഈ കിടക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് ആ കംപ്ലയിൻറ്റ് വരിക. അപ്പോൾ നമ്മൾ തൽക്കാലം ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കംപ്ലയിൻറ്റ് മാറും. ഇപ്പോൾ നിങ്ങൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ ആ കംപ്ലയിൻറ്റ് ഇല്ലാത്ത രീതി, അതായത് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരു 80% നമുക്ക് കംപ്ലയിൻറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും അത് നമ്മൾ ക്ലീൻ ചെയ്ത് ഇടുന്ന സമയത്ത്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ കംപ്ലയിൻറ്റ് വരും. അതിൻ്റെ ഒരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ക്ലച്ച് ഔട്ടർ പോളിഷ് ചെയ്തേക്കണതുകൊണ്ട് ക്ലച്ച് ഔട്ടറും ഈ ക്ലച്ച് ഷൂവും കൂടി മാറ്റിയിട്ടാലാണ് അത് ക്ലിയർ ആവുള്ളൂ. അത് കമ്പനി ഒറിജിനൽ പാർട്സ് തന്നെ ഇടണം. ഇതുമ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്. അതാണ് അതിൻ്റെ മെയിൻ കാരണം കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഇവിടെ ഓയിൽ സീൽ ലീക്ക് ഉണ്ട്. അപ്പോൾ ആ ഓയിൽ സീൽ നമ്മൾ മാറ്റിയിടണം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു. ബെൽറ്റ് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് കിടക്കണം, പുതിയ ബെൽറ്റാണ്. അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളർ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൻഡെക്സിൻ്റെ വർക്കിംഗ് ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ നമുക്ക് പറഞ്ഞാൽ വേറൊരു കംപ്ലയിൻ്റ് ഉണ്ട്, പെട്രോൾ ലീക്ക്, പെട്രോൾ ഓഫറിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു മേജർ കംപ്ലയിൻ്റ് ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല കേട്ടോ. ഇതിവിടെ പൈപ്പിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൈപ്പൊന്നും നമുക്ക് മാറ്റിയിട്ടേക്കാം. നമ്മുടെ ഈ വണ്ടിക്ക് നിലവിൽ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം ആദ്യം ഉണ്ടായിട്ട് നമ്മൾ കാർബറേറ്ററൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാണ്. ആ കാർബറേറ്റർ ഇപ്പോൾ നമ്മൾ അഴിച്ച് ഇപ്പോൾ ക്ലീൻ ചെയ്യാനും മാത്രമുള്ളൊരു കംപ്ലയിൻ്റ് ആയിട്ട് ഇപ്പോൾ കാണുന്നില്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോളാണ് നമ്മൾ യൂസ് ചെയ്യണേ. അത് ശരിക്കും പറഞ്ഞ ഒരു കെമിക്കൽ പോലെ വർക്ക് ചെയ്യും. അതായത് അലുമിനിയം മെറ്റീരിയലായിട്ട് വരുമ്പോഴത്തേക്ക് അതൊരു കെമിക്കൽ റിയാക്ഷൻസ് വന്നിട്ട് അത് ദ്രവിക്കുന്ന ഒരു സിറ്റുവേഷൻ പോലെയാണ് ആ കാർബറേറ്ററിൻ്റെ ഉൾഭാഗങ്ങൾ വരാം. ഒട്ടുമിക്ക വണ്ടികൾക്ക് ഇപ്പോൾ കംപ്ലയിൻറ്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലമായിട്ടും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓവർഫ്ലോ പ്രശ്നം കാണിക്കും, മിസ്സിങ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മുടെ വണ്ടിക്ക് ഇപ്പം അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് കാണുന്നില്ല. എന്നാൽ കൂടി നമുക്ക് ആ ഒരു പൈപ്പിനൊരു ചെറിയൊരു പൊട്ടൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് അത് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ നമുക്ക് മിക്കവാറും നമുക്ക് അതിനകത്ത് താഴേക്ക് ചാടുന്നൊരു പ്രോബ്ലമൊക്കെ മെയിനായിട്ടെന്ന് വെച്ചാൽ വരാം, ഈ സൈഡിൽ ഓയിൽ ലീക്ക്, നല്ല രീതിയിൽ ഓയിൽ ലീക്കാണ്. നമ്മളിപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ ഊറ്റിയതാണ് ഈ കാണുന്നത്. ആകെ എത്ര ഓയിലുള്ളൂ, നമുക്ക് 800 മില്ലി ഓയിൽ വേണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 150 മില്ലി ഓയിലുള്ളൂ. ബാക്കിയത്തെ ഓയിലൊക്കെ ലീക്കായി പോയേക്കാം. അവിടെ നോക്കുമ്പോൾ അറിയാം, ഇവിടുത്തെ ക്രാങ്കിൻ്റെ ഷാഫ്റ്റിൻ്റെ സൈഡത്തെ ഓയിൽ സീൽ പോയിട്ട് മൊത്തം ഓയിൽ ലീക്കായേക്കാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ആക്റ്റീവയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഓയിൽ സീലുണ്ട്. ഈ സൈഡിൽ തന്നെ ഓയിൽ സീൽ എഞ്ചിൻ്റെ ഉള്ളിൽ നിന്നാണ് അടിക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് നമുക്ക് പുറമേ നിന്ന് എങ്ങനെ ക്ലീൻ ചെയ്ത് ഓയിൽ സീൽ അടിച്ചാലും ഒരു പക്ഷേ നമുക്ക് കംപ്ലയിൻറ്റ്സ് കുറയ്ക്കാനായിട്ട് പറ്റും, എന്നാൽ 100% മാറ്റാനായിട്ട് പറ്റില്ല. അതാണ് അതിൻ്റെ പ്രോബ്ലം കേട്ടോ. അത് പ്രത്യേകം അറിഞ്ഞിരിക്കുക. അതിൻ്റെ ശരിക്കും പറഞ്ഞ എഞ്ചിൻ നമ്മൾ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഓയിൽ സീൽ അടിച്ചാലാണ് അത് ഒരു പെർഫെക്ഷനിൽ നിൽക്കുകയുള്ളൂ. ഇപ്പം നമുക്കത് പോസിബിൾ അല്ല. കാരണം എഞ്ചിൻ ആ ഓയിൽ സീൽ അടിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് എഞ്ചിൻ അഴിക്കൽ നടക്കില്ല.
അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ പുറമേ നിന്ന് ഓയിൽ സീൽ അടിക്കാം. പക്ഷേ 100% അത് ക്ലിയറായിട്ട് നിൽക്കണമെന്നില്ല. കുറേ കഴിയുമ്പോൾ വീണ്ടും ലീക്കേജ് വരും, അത് അറിഞ്ഞിരിക്കുക. പിന്നെ എഞ്ചിൻ ഓയിൽ ഇപ്പോൾ ഇങ്ങനെ കുറഞ്ഞ് ഓടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ എഞ്ചിൻ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും പിസ്റ്റൺ സിലിണ്ടറൊക്കെ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ പുക കാണിക്കും, പിന്നീട് മേജർ കംപ്ലയിൻറ്റിലേക്ക് പോകും. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഇപ്പോൾ ആ ഓയിൽ ലീക്കിൻ്റെ കേസ് നമുക്ക് സോൾവ് ചെയ്തിടാം ഈ പറഞ്ഞ രീതിയുടെ. ഇടയ്ക്കപ്പോൾ ഒന്ന് ഓയിൽ കയറ്റി ചെക്ക് ചെയ്യണ ദിവസം മറക്കരുത്. ഏകദേശം ഒരു മാസമൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഒന്ന് കയറ്റി ഓയിൽ ചെക്ക് ചെയ്തോളണം. ലെവൽ കുറയണത് കൊണ്ടാണ് അങ്ങനെ പറയുന്നതിൻ്റെ കേസ്. സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിക്കടെ പ്ലഗ് നമുക്ക് മാറ്റിയിടാം. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് പുതിയതാണ്, അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞു ഹാൻഡിൽ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്, കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. അത് തൽക്കാലത്തേക്ക് നമ്മളൊന്ന് ലൂസാക്കി ഇടണമെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടൊന്ന് പറയണം. നിങ്ങൾക്ക് ആ കംപ്ലയിൻറ്റ് ഫീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. പക്ഷേ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. നമ്മൾ ഓടിക്കുമ്പോൾ ഡീപ്പായിട്ട് ചെക്ക് ചെയ്യണതുകൊണ്ടാണ് അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നത്. അപ്പോൾ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്, നിങ്ങൾക്കതൊരു പ്രോബ്ലം അല്ലെങ്കിൽ തൽക്കാലം നമ്മളതൊന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് അഴിച്ചിട്ട് പൊടിക്കൊന്ന് ലൂസാക്കി ഇടാം. ലൂസാക്കി ഇടുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു അടി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അഴിച്ചിട്ട് അതിൻ്റെ ബെയറിംഗ് സെറ്റ് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ പെർമിഷൻ കിട്ടിയിട്ട് മാത്രമാണ് നമ്മളത് ലൂസാക്കണമെങ്കിലും ലൂസാക്കുള്ളൂ, അഴിക്കണമെങ്കിൽ അഴിക്കുകയും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എസ്റ്റിമേറ്റിൽ അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല, ഞാനത് ലൂസാക്കുന്നത് ഓൾറെഡി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചെയ്ത് വിടാം. പിന്നെ ഫ്രണ്ടിലത്തെ ബുഷുകൾ ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട്. ലിങ്കിൻ്റെ ബുഷിൻ്റെ കോളർ മാത്രം ഒന്ന് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അത് രണ്ടാണ് മെയിനായിട്ട് ഫ്രണ്ടിൽ വരുന്ന ഭാഗത്ത്. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാണ്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. ഫ്രണ്ട് ടയറായാലും വേറെ കുഴപ്പമൊന്നുമില്ല. വീലിൻ്റെ ബെയറിങ്ങിന് ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട്, ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കേട്ടോ. അപ്പോൾ അത് കൂട്ടത്തിൽ നമുക്ക് ചെയ്തത്. അത് മെയിനായിട്ട് ഈ ബുഷ് സെറ്റ് പോയി കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വീൽ ബെയറിങ് പോകും, കോൺസെറ്റ് കംപ്ലയിൻറ്റ് വരും. അതാണ് മെയിനായിട്ട് വരുന്ന പ്രോബ്ലംസ്. സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല, നമുക്ക് ക്രൗൺ പിനിയൻ സെറ്റിൻ്റെയാണ് കംപ്ലയിൻറ്റ് കാണിക്കുക. ഈ ക്രൗണും പിനിയൻ പോണേൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മീറ്റർ മെക്കാനിസം ടൈറ്റ് കാണിക്കണമെങ്കിൽ ക്രൗണും പിനിയനും നിൽക്കില്ല. ഞാനതൊന്ന് ചെക്ക് ചെയ്തേക്കാം. എന്നിട്ട് ഇപ്പം നിലവിൽ ക്രൗൺ പിനിയൻ്റെ പ്രോബ്ലം ആയിട്ട് കാണണേ, അതൊന്ന് മാറ്റി സ്പീഡോമീറ്റർ വർക്കിങ്ങിലേക്ക് ആക്കിയിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ വണ്ടിക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ. ഏകദേശം വന്നേക്കുന്നൊരു വർക്കുകൾ ഉണ്ടാവും. പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഉപയോഗം ഇല്ലാത്തതിൻ്റെ ഒരു പ്രോബ്ലമാണെന്ന് തോന്നുന്നു. വണ്ടി ചോക്ക് ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചോക്ക് അപ്ലൈ ചെയ്യുക, വണ്ടി അപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ടാവും. അത് ബാറ്ററിക്ക് നല്ലതാണ്, വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായി കിട്ടും. ഒന്ന് റേസ് ആയി കഴിഞ്ഞാൽ വണ്ടി ചോക്ക് ഓഫ് ചെയ്തിടാം, ചോക്കിലിട്ട് ഓടിക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇതെന്തെങ്കിലും വർക്കിംഗ് ആക്കിയിട്ടേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ കേബിൾ ഇട്ടാലും നിങ്ങൾ ഉപയോഗിക്കില്ലാന്നുണ്ടെങ്കിൽ 2 സർവീസ് ചെയ്യുമ്പോഴത്തേക്കും അത് ചോക്ക് കേബിൾ ടൈറ്റ് വന്നു പോകും. ആക്സിലേറ്റർ കേബിൾ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സീറ്റിൻ്റെ ഈ ഒരു ക്യാച്ചർ യൂണിറ്റ് ഉണ്ടല്ലോ, അതിവിടെയൊക്കെ മൊത്തത്തിൽ ചതഞ്ഞ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി ഇടണം നന്നായി. ഒരു 100 താഴെ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ. അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. കാരണം എന്താ വെച്ചാൽ അത് ഇടയ്ക്ക് അല്ലെങ്കിൽ ലോക്കായി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതിനകത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ദിവസം ആ ക്ലച്ച് വൈബ്രേഷനുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് 100% മാറണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് വശവും ക്ലച്ച് ഔട്ടോണ് മാറ്റട്ടെ. അത് നമ്മൾ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞാനത് ജസ്റ്റ് ക്ലീനിങ്ങിൻ്റെയാണ് പറഞ്ഞങ്ങനെ. അത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് പറയണം. അത് ആ കംപ്ലയിൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു അഡീഷണൽ എസ്റ്റിമേറ്റ് ആയിട്ട് പറയാം എത്രയാണെന്നുള്ള കേസ്. അതേപോലെ തന്നെ ഈ ഓയിൽ ലീക്കിൻ്റെ ദിവസം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ ഇപ്പോഴത്തെ പ്രോബ്ലം നമുക്ക് പരമാവധി സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പക്ഷേ 100% റിസൾട്ട് പ്രതീക്ഷിക്കരുത്. കാരണം കുറേ കഴിയുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം അതിനകത്ത് അടിക്കുന്ന ഓയിൽ സീൽ ഉള്ളിൽ നിന്നാണ് അടിക്കേണ്ടത്. എന്നാലാണ് അത് പ്രോപ്പർ സീറ്റിങ്ങിൽ നിൽക്കുള്ളൂ, കറക്റ്റായിട്ട് വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എഞ്ചിൻ അഴിക്കൽ പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ പുറമേ നിന്ന് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണേ.